ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. തീരെ കുഞ്ഞു കുട്ടികൾ 7-8 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് മൂത്രം ഒഴിക്കാറുണ്ട് ദിവസവും. അവർ വളരുന്നതനുസരിച്ചിട്ട് അവർ മൂത്രം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകാറുണ്ട്. 1 മാസം തൊട്ട് പ്രായമുള്ള കുട്ടികൾക്ക് ആദ്യമൊക്കെ മൂത്രം ഹോൾഡ് ചെയ്യാനുള്ള ബ്ലാഡർ കപ്പാസിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഫീഡിങ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അവർ മൂത്രം ഒഴിക്കാറുണ്ട്. അങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകുന്നത് ചിലർ പറയാറുണ്ട്, അയ്യോ ഇതാ മൂത്രം പോകുന്നു, അതായത് പാല് കുടിച്ച ഉടനെ മൂത്രം പോകുന്നു, കുടിച്ചെല്ലാം പോയി എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ കുട്ടികൾ മൂത്രം ഒഴിക്കുന്നത് അവർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കാൻ സഹായിക്കും. അങ്ങനെ ഈ മൂത്രം പോകാതിരിക്കുമ്പോഴാണ് അത് കെട്ടി നിന്നിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മൂത്രം ഒഴിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല. പാല് കുടിച്ച ഉടനെ മൂത്രം പോകുന്നത് നല്ലത് തന്നെയാണ്. കുഞ്ഞുങ്ങൾ വളരുന്നതനുസരിച്ചിട്ട് ബ്ലാഡർ കപ്പാസിറ്റി ഉണ്ടാവുകയും ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം ഒഴിക്കുന്നതിൽ പാറ്റേണിൽ വ്യത്യാസവും വരാം. വളരുന്നതനുസരിച്ചിട്ട് കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുകയും പകൽ സമയം രാത്രിയിൽ മൂത്രം ഹോൾഡ് ചെയ്യുന്ന കപ്പാസിറ്റി കൂടുതലായി വരുന്നതും കാണാം. അതുകൊണ്ട് തന്നെ രാത്രി മൂത്രം ഒഴിക്കുന്നത് കുറവായിരിക്കും. നിങ്ങളുടെ കുട്ടി ആക്റ്റീവാണ്, ബോഡി വെയ്റ്റ് കൂടുന്നുണ്ട്, പാല് കുടിക്കുന്നുണ്ട്, വേറെ ക്ഷീണമോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, യാതൊരു പ്രശ്നവും ഇല്ല, കൂടുതലായിട്ട് കരച്ചിലില്ല എന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ പേടിക്കാനില്ല. രാത്രി മൂത്രമൊഴിക്കുന്നത് കുറവാണ് എന്നുള്ളത് ഒരു കാരണമല്ല. പക്ഷേ മൂത്രമൊഴിക്കുന്നത് കുറവാണ്, അതോടൊപ്പം വെയിറ്റ് കുറയുന്നുണ്ട്, എപ്പോഴും ക്ഷീണം, കരച്ചിൽ, ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ശരിയായ രീതിയിൽ പാല് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് മൂത്രമൊഴിക്കുന്നത് കുറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നീടുള്ളത്, രാത്രി കൂടുതൽ സമയം ഉറങ്ങുന്ന കുഞ്ഞുങ്ങളിലും മൂത്രം രാത്രി പോകുന്നത് കുറവായിരിക്കും. ചില കുട്ടികൾ രാത്രി മുല കുടിക്കുന്നത് കുറവായിരിക്കും, അതുകൊണ്ടും മൂത്രം ഒഴിക്കുന്നത് കുറവായിരിക്കും രാത്രിയിൽ. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങൾ, അതായത് മൂത്രം പോകാതിരിക്കുന്നതിൻ്റെ മറ്റു കാരണങ്ങളെന്ന് പറയുന്നത്, കിഡ്നിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, റെക്കറൻ്റ് ആയിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണിൻ്റെ ഇംബാലൻസ് കൊണ്ടോ ഒക്കെ നമുക്ക് കുഞ്ഞുങ്ങളിൽ മൂത്രം പോകാത്ത അവസ്ഥ വരാറുണ്ട്. മറ്റ് സിംറ്റംസ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ കുട്ടി മൂത്രമൊഴിക്കുമ്പോൾ കരച്ചിലോ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാതിരിക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ പകുതി മൂത്രം ഒഴിച്ചിട്ട് ഭയങ്കര കരച്ചിൽ ആണ് എന്നുണ്ടെങ്കിലോ, കുട്ടിക്ക് വെയിറ്റ് കുറവാണെങ്കിലോ, കുട്ടി ആക്റ്റീവ് അല്ല, എപ്പോഴും കരച്ചിലാണ് എന്നുള്ളതും പാല് തക്കതായിട്ട് കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളൊരു പീഡിയാട്രിക്സിനെ കണ്ട് അത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കി പോവുക. ഒരിക്കലും ഇത് കുഴപ്പമില്ല, എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയാണ്, കരച്ചിലൊക്കെ ഉണ്ട് എന്ന് കരുതി മാറ്റി നിർത്തരുത്. കുഞ്ഞെന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പീഡിയാട്രിഷ്യനെ കണ്ട് അത് ക്ലിയർ ചെയ്ത് പോവുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്